തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ വീണ്ടും പേര് ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിനും ഒഴിവാക്കുന്നതിനും വാർഡ് മാറ്റത്തിനും അവസരം കിട്ടും. പ്രവാസി വോട്ടർമാർക്കും ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. സഫ്വാൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സഫ്വാൻ, എന്താണ് വിശദാംശം? നിഷാദ്, സെപ്റ്റംബർ 2-ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ വോട്ടർ പട്ടിക പുതുക്കാൻ ഒരവസരം കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ ആളുകൾക്ക് വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും വാർഡ് മാറ്റാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതിനുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചു. അതായത് സെപ്റ്റംബർ 2-ന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുക. സെപ്റ്റംബർ 2-ന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ 2.83 കോടി വോട്ടർമാരുണ്ട്. ഇവർക്ക് സവിശേഷമായ നമ്പർ നൽകിയിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിൽ വിഭിന്നമായി സവിശേഷമായി എല്ലാ വോട്ടർമാർക്കും നമ്പർ നൽകിയുള്ള ഒരു വോട്ടർ പട്ടികയായിരിക്കും ഉണ്ടാവുക. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രവാസി വോട്ടർമാർക്കും ഇത്തരത്തിൽ ഓൺലൈനായിട്ട് തദ്ദേശ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പ്രകാരം ഓൺലൈനായിട്ട് വോട്ട് ചേർക്കാനുള്ള അവസരങ്ങളും അതിന്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. നിഷാദ്.